കേരളത്തിലെ BJPയുടെ തലപ്പത്ത് രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി 2026 ഇലക്ഷനിൽ അതെങ്ങനെയാണ് കേരളത്തിൽ പെനട്രേറ്റ് ചെയ്യാൻ പോകുന്നതിനെ പറ്റിയും കേരളത്തിലെ മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗ്രോത്തിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും എൻ്റെ കമൻസ് താഴെ എഴുതിയിട്ടുണ്ട്. രാജീവിന് ആ കഴിവില്ല, ഈ കഴിവില്ല, ശോഭയാടുന്നതിൽ സശക്തമായേനെ, അതായേനെ, ഇതായേനെ. എനിക്ക് പല ആൾക്കാരും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ തെറ്റാണ്. അപ്പം അതിനൊക്കെ ഒരു മറുപടിയാണ് ഞാൻ ഈ തരുന്നത്. നിങ്ങളിത് കണ്ടിട്ട് ഞാൻ ഈ തരുന്ന മറുപടിയും ഞാൻ ഈ തരുന്ന ക്ലാരിഫിക്കേഷൻ അതിനെപ്പറ്റി താഴെ അഭിപ്രായം പറഞ്ഞാൽ വളരെ നല്ലത്. കാരണം എനിക്കതനുസരിച്ച് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാൻ പറ്റും. കാരണം അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയ ശേഷം ഇപ്പം എൻ്റെ ഒരു അസസ്മെൻ്റ് അനുസരിച്ചിട്ട് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ BJP നല്ലപോലെ പെർഫോം ചെയ്തു. എഗ്രീഡ്. ഏകദേശം 10-26 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിന് 2ാം സ്ഥാനത്ത് വന്ന് ചിലയിടത്തൊക്കെ ചെറിയ മാർജിനിലാണ് ഇവർ തോൽക്കുന്നത്. എഗ്രീഡ്. അതേപോലെ തന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് BJPയുടെ ഷാർപ്പായിട്ട് കൂടി. അതിനകത്തും ഒരു തർക്കവുമില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് കറണ്ടായിട്ട് BJPയുടെയും RSSന്റെയും മുഴുവൻ സ്ട്രെങ്ത് ഉപയോഗിച്ച് നടത്തിയ ഇലക്ഷനാണ് ലാസ്റ്റ് പാർലമെന്റ് ഇലക്ഷൻ. അതാദ്യം മനസ്സിലാക്കുക. അതിനകത്ത് ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമേ BJP എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളൂ, തൃശ്ശൂർ. ആ തൃശ്ശൂർ എക്സ്പെരിമെന്റ് നടത്തിയപ്പോഴാണ് സുരേഷ് ഗോപി 70,000 വോട്ടുകൾക്ക് മുകളിൽ ജയിച്ചത്. അതാദ്യം തലയ്ക്ക് അതിടുക. അത് എക്സ്പെരിമെന്റ് ആണ്. ആ എക്സ്പെരിമെന്റിൽ BJP സക്സസ് ആയി. ഏത്? തൃശ്ശൂരിൽ. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് രാജീവ് ചന്ദ്രശേഖരെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ BJPയുടെ ടോട്ടൽ സ്ട്രെങ്ത് എടുത്ത് RSSന്റെയും സംഘടനാ ശക്തിയും എടുത്ത് മത്സരിച്ച മത്സരമാണ് ലാസ്റ്റ് പാർലമെന്റ് ഇലക്ഷൻ. ഇത്രയേ ഉള്ളൂ. അത് ഇവിടെയാണ് ആദ്യം മനസ്സിലാക്കേണ്ട അരിത്തമെറ്റിക്. ഇതാണ് BJPയുടെ സ്ട്രെങ്ത്. അതിൻ്റെ പല ഭാഗത്തു നിന്ന് ക്രിസ്ത്യൻസ് വോട്ട് ചെയ്തു, കമ്മ്യൂണിസ്റ്റുകാർ പലരും വോട്ട് ചെയ്തു, പല കാരണങ്ങൾ കൊണ്ടും. അപ്പൊ ആ സ്ട്രെങ്തിൽ നിന്ന് BJP എത്രമാത്രം അടുത്ത ഇലക്ഷനിൽ വളരാൻ സാധിക്കും? ഇതാണ് ചോദ്യം. ഇതേപോലെ പോവുകയാണെങ്കിൽ ഈ പാർലമെന്റ് ഇലക്ഷനേക്കാളും, അത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനേക്കാളും ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ, അതായത് ഇപ്പം K. സുരേന്ദ്രനാണെങ്കിലും മറ്റൊരു രാജീവിന് പകരം വേറൊരു നേതാവ് വരുവാണെങ്കിലും അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ചുമ്മാ തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്ക്. ചിലപ്പോൾ 5-6 സീറ്റോ 7-8 സീറ്റോ കിട്ടുവാൻ സാധിക്കും. പക്ഷെ നിങ്ങളതിൻ്റെ ഏത് ഇലക്ഷൻ മാനേജ്മെന്റിലാണ് നിങ്ങളിതിൽ ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ജയിക്കുമെന്ന് പറയുന്നത്? അബ്സല്യൂട്ട്ലി റബിഷ്. കേരളത്തിന്റെ പോപ്പുലേഷൻ നോക്ക്. ഇവിടെ ഹിന്ദു വോട്ടും ക്രിസ്ത്യൻ വോട്ടും മുസ്ലിം വോട്ടും നിങ്ങൾ പോളറൈസ് ചെയ്ത് നോക്ക്. ഇവിടുത്തെ പൊളിറ്റിക്കൽ വോട്ട് നോക്ക്. അതായത് കേരളം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് അല്ല. ഇവിടെ CPM ഉണ്ട്, ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷമുണ്ട്, ലീഗ് ഉണ്ട്, മറ്റുള്ള ചെറിയ റീജിയണൽ പാർട്ടിയുണ്ട്. അവരാണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഫയർ ബ്രാൻഡ് ലീഡർ BJPയുടെ പ്രസിഡന്റായിട്ട് വന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. 100% ആണ്. അതിന് ഞാൻ കാരണം പറഞ്ഞുതരാം. ശോഭാ സുരേന്ദ്രൻ നല്ലൊരു ലീഡറാണ്, വോക്കൽ ഫയർ ബ്രാൻഡാണ്, ക്രൗഡ് പുള്ളറാണ്, ആൾക്കാരെ ആകർഷിക്കാൻ സാധിക്കും. ഇതൊക്കെ സത്യമാണ്. പക്ഷെ അവർക്ക് എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം അവരുടെ രാഷ്ട്രീയ പഠിച്ചു വന്ന സംഭവങ്ങളെല്ലാം BJPയെ ഒറ്റയ്ക്ക് അത് കൊണ്ടുപോകാൻ വലിയ പാടാണ്. കാരണം അവരൊരു വലിയ ഇമോഷണലായിട്ടുള്ള നല്ലൊരു സ്ത്രീയാണ്. പക്ഷെ അവർക്ക് ആ ഇമോഷൻ്റെ അകത്ത് ഈ പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകാൻ അവർ ഫെയിലിയറാണ്. കാരണം ഇവർക്ക് ചെറിയ ഇഷ്യൂസിനകത്ത് വലുതായിട്ട് അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, ഭയങ്കര പ്രശ്നമാകുന്നു, ഇമോഷൻ ആകുന്നു. അതൊന്നും ഒരു സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ ഇതേപോലെ CPMഉം കോൺഗ്രസും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെറൈൻ്റെ അകത്തോട്ട് കയറി പെനട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ നിങ്ങൾ അബദ്ധം പറയുന്നതാണ്. ബേസിക്കലി നിങ്ങൾക്കിത് കേരളത്തിന്റെ പൊളിറ്റിക്സ് അറിയാഞ്ഞിട്ട് പറയുന്നതാണ്.
ബേസിക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്തുവാ അത്. ഇതൊക്കെ നിങ്ങൾ ഇമോഷനും സ്നേഹവും കൊണ്ടങ്ങ് പറയുവാണ്. ഇത് പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ്. ഇതിനകത്ത് ഇമോഷനും സ്നേഹവും ക്രാപ്പും കോപ്പും ഒന്നുമില്ല. അതിനൊരു ഫേസ് വേണം. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ശോഭാ സുരേന്ദ്രനെ ഞാൻ ശോഭാ സുരേന്ദ്രനായിട്ട് ലൈഫിൽ കണ്ടിട്ടില്ല, പല ആവർത്തി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ ശോഭാ സുരേന്ദ്രനെ കമ്പയർ ചെയ്യുന്നു ഉമാഭാരതിയുമായിട്ട്. എനിക്ക് ഉമാഭാരതി പേഴ്സണലി അറിയാം, ഡൽഹി വെച്ചുള്ള പരിചയമാണ്. പിന്നെ ഞാൻ നേരത്തെ ഭോപ്പാലിൽ പോയിട്ട് കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയായിട്ടൊരു സമയത്ത്. ഈ ശോഭാ സുരേന്ദ്രനും ഉമാഭാരതിയും ഒരേ കാറ്റഗറിയാണ്. അവർ ഭയങ്കര ഫയർ ബ്രാൻഡാണ്. RSS സംഘപരിവാറിന്റെ ഏറ്റവും ഉന്നതിയിൽ പോയ നേതാവാണ് ഉമാഭാരതി. അവര് ബേസിക്കലി അവരാദ്യം മുഖ്യമന്ത്രിയായി മധ്യപ്രദേശ്. നിങ്ങൾ മനസ്സിലാക്കണം, മധ്യപ്രദേശ് കേരളമല്ല. സംഘപരിവാറിന്റെ, അതായത് RSSന്റെ സംഘപരിവാറിന്റെ ബേസിക് ലാബ് എന്ന് പറയുന്നത് ഗുജറാത്തൊന്നുമല്ല. അതിന്റെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. പശുവിന്റെ പൊളിറ്റിക്സ്, സംഘപരിവാർ പൊളിറ്റിക്സ്, റൈറ്റ് വിങ് പൊളിറ്റിക്സ്, അയോധ്യ പൊളിറ്റിക്സ്, ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് മധ്യപ്രദേശ്, UP അല്ല. ഈ പറയുന്ന ഒറ്റ സ്റ്റേറ്റും അല്ല. ഏറ്റവും സ്ട്രോങ് ഹോൾഡ് ഇന്നും സംഘപരിവാറിന്റെ ബേസ് എന്ന് പറയുന്ന മധ്യപ്രദേശ്. സംശയമുള്ളവർക്ക് അതിനെപ്പറ്റി അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കി മനസ്സിലാക്കി തരും. അപ്പൊ ആ ഒരു സ്റ്റേറ്റില് മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഉമാഭാരതി ഫയർ ബ്രാൻഡാണ്, ഭയങ്കര ക്രൗഡ് പുള്ളറാണ്. അവര് കംപ്ലീറ്റ് ഫെയിലിയറായി. പശുവിന് ആഹാരം കൊടുക്കുന്നു, വണ്ടിയിൽ നിറയെ ആഹാരം ഇത് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു. അവിടെ തന്നെ BJPക്ക് അത് അടിയായി. അത് സംഘപരിവാറിൻ്റെ അകത്ത്. അവസാനം ബാബുലാൽ ഗോർ വരുന്നു. പിന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ വന്നിട്ട് ഈ പറയുന്ന ഐഡിയോളജി മുഴുവൻ അങ്ങ് മാറ്റി. ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിലോട്ട് കാര്യങ്ങൾ മാറ്റി കംപ്ലീറ്റ് ആയിട്ട്. എന്നിട്ടാണ് മധ്യപ്രദേശിൽ 3 പ്രാവശ്യം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ബേസിക്കലി സംഘപരിവാറിന്റെ സ്ട്രോങ് ഹോൾഡ് സ്റ്റേറ്റ് ആയിട്ട് മധ്യപ്രദേശിനെ മാറ്റിയത്. അത് മധ്യപ്രദേശ് BJPയുടെ സ്ട്രോങ്, സംഘപരിവാറിന്റെ സ്ട്രോങ് സ്റ്റേറ്റ്. അപ്പൊ അതേപോലെ ഒരു നേതാവായ ശോഭാ സുരേന്ദ്രന് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സംഘപരിവാറിന്റെ ഇപ്പം സംഘപരിവാറിന്റെ ഏറ്റവും വീക്കായിട്ടുള്ള 2 സ്റ്റേറ്റാണ് കേരളവും തമിഴ്നാടും. അവിടെ അണ്ണാമല ഇപ്പോഴും ഏങ്ങലടിച്ച് കരയുക. കാരണം പുള്ളിക്കൊന്നും ഇൻട്രോൺസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതിന് പല സമവാക്യങ്ങളുണ്ട്, അത് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ശോഭാ സുരേന്ദ്രൻ ഒരു ക്രൗഡ് പുള്ളറാണ്. ഞാൻ അടുത്ത ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക. ഇന്ന് വരെ ഞാൻ എവിടെങ്കിലും ശോഭാ സുരേന്ദ്രന്റെ വിഷനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. അവരെവിടെയും പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത് ശോഭാ സുരേന്ദ്രൻ അഡോപ്റ്റ് ചെയ്യുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് 70കളിലെയും 80കളിലെയും പൊളിറ്റിക്സ് ആണ്. അതിനകത്ത് കുറച്ച് സോഷ്യലിസം ഒക്കെ എല്ലാം ഉണ്ട്. ഈ പൊളിറ്റിക്സ് ഒക്കെ തീർന്നിട്ട് 5-6 വർഷമായി. അത് ആദ്യം അങ്ങ് തലയ്ക്കകത്ത് കയറ്റുക. BJPയുടെ ഹിന്ദുത്വ പൊളിറ്റിക്സും അയോധ്യ പൊളിറ്റിക്സും പശുവിന്റെ പൊളിറ്റിക്സും കഴിഞ്ഞ ഇലക്ഷന് മുമ്പ്, അതായത് 2024 ഇലക്ഷൻ, ലാസ്റ്റ് പാർലമെന്റ് ഇലക്ഷനിൽ BJPയുടെ ഹിന്ദുത്വ അയോധ്യ പൊളിറ്റിക്സ് ഫെയിലിയറായി. അങ്ങനെയാണ് UPയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഒപ്പോസിഷന് കിട്ടുന്നത്. അത് തലയിലിടുക ഓരോ കാര്യങ്ങൾ. രാജസ്ഥാനി സീറ്റുകൾ കുറഞ്ഞു, പലയിടത്ത് സീറ്റുകൾ കുറഞ്ഞു, 300-ന് മുകളിൽ കയറും എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഭരിക്കാനില്ലാത്ത ഭൂരിപക്ഷത്തിലായി. കാരണം ആ ഒരു പൊളിറ്റിക്സ് കഴിഞ്ഞു. ചില സംഭവങ്ങൾ വരുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പൊ അവിടെയൊക്കെ പ്രാധാന്യം വരുന്നത് ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ് ആണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു അരിത്തമെറ്റിക് പറയാം. ഇപ്പോൾ ലോകത്തെ എലക്ഷൻ എക്സ്പേർട്ട്, അതായത് പൊളിറ്റിക്കൽ എക്സ്പേർട്ടുകൾ പറയുന്നത്, ഒരു രാജ്യത്ത് ഡെമോക്രാറ്റിക്കലി എലക്ട് ചെയ്ത് അധികാരത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരു ജനറേഷനുണ്ട്, 18 മുതൽ അല്ലെങ്കിൽ 20 മുതൽ 40-45 വയസ്സ് വരെ ഉള്ളവരുടെ വോട്ടാണ് തീരുമാനിക്കുന്നത്. ഇഷ്ടംപോലെ തെളിവുണ്ട്. ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക്, ഈ പറയുന്ന ആ ജനറേഷന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. അവർക്ക് രാഷ്ട്രീയം വളരെ 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 കുറവാണ്. അവരുടെ ഉദ്ദേശം വളരെ കൃത്യമാണ്, ഷാർപ്പാണ്, പ്രിസൈസാണ്. അവർക്ക് അവരുടെ ലൈഫ്, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ജോലി, അവരുടെ ലൈഫ് സ്റ്റൈല്, അത് മാത്രമാണ് അവരുടെ കൺസേൺ. അല്ലാതെ ഇടത് വലത് BJP സംഭവം ഒന്നുമില്ല. ഈ പൊളിറ്റിക്സ് മനസ്സിലാക്കിയത് BJP ഈ ഇലക്ഷൻ്റെ
ഈ കിട്ടിയ സെറ്റ് ബാക്കിന് ശേഷമാണ്. അതുകൊണ്ടാണ് ബി ജെ പി പിന്നെ അയോധ്യ പൊളിറ്റിക്സും റാം മന്ദിർ ഇഷ്യൂവും മറ്റുള്ള മന്ദിറിന്റെ ഇഷ്യൂ എല്ലാം സപ്രസ് ചെയ്ത് താഴ്ത്തി വെച്ചേക്കുന്നത്. കാരണം ഈ പറയുന്ന ജനറേഷന് താല്പര്യമില്ല, അവർക്ക് ഡെവലപ്മെന്റ് ആണ്. കാരണം ഇവരെല്ലാം ഡിജിറ്റൽ യുഗത്തിലാണ്, ഇവരെല്ലാം ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് ഓരോ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വിഷൻ വേണം, വിഷനറി വേണം. എന്താണ് ഞങ്ങളെ ആരെങ്ങോട്ട് കൊണ്ടുപോകുന്നത്, ഞങ്ങൾക്കൊരു ലീഡർ വേണം. ആ ലീഡറിനോടുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് കേരളവും ഡൽഹിയും മാത്രം. അതായത് ഡൽഹി ഇടയ്ക്കിടയ്ക്ക് പോവുകയും, അതിപ്പോൾ പിണറായി വിജയൻ്റെ ഒരു കാര്യം എടുക്കാം. അദ്ദേഹം പറയുന്നത് കണ്ണൂരും ബ്രണ്ണൻ കോളേജും കേരളവും മാത്രമേ ഉള്ളൂ, പിന്നെ ഇടയ്ക്ക് ഡൽഹി പോവും. അല്ലാതെ അയാൾക്ക് വിഷനും ക്ലാപ്പും കോപ്പും ഒന്നുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിക്ക് അറിയത്തില്ല. ഇപ്പൊ CD സതീശനും രമേശ് ചെന്നിത്തലയുടെയും കാര്യം എടുക്കാം. ഇവർക്ക് ഈ പറയുന്ന വിഷനൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ഒരു പ്രസംഗത്തിൽ ഞാനത് കേട്ടിട്ടില്ല. അതായത് കേരള വിഷൻ, അതായത് 2030, 2040, 2047 എങ്ങനെയായിരിക്കും കേരളം എന്ന് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ മോദി പറഞ്ഞിട്ടുണ്ട്. ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. മോദി പറഞ്ഞിട്ടുണ്ട് 2047, 2037, 2030 എവിടെ ആയിരിക്കും ഇന്ത്യ, എവിടെയായിരിക്കും ഇന്ത്യയുടെ ഗ്രോത്ത്. പക്ഷെ മറ്റുള്ള കേരളത്തിൽ ഏത് നേതാക്കൾ ഇത് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഓരോ പോയിന്റുകൾ നിങ്ങൾക്ക് ഇട്ടുതരും. കാരണം അവർക്ക് ഇതിനെപ്പറ്റി വലിയ ജ്ഞാനമൊന്നുമില്ല. അപ്പൊ അവിടെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ റോൾ എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്. അതായത് എഡ്യൂക്കേറ്റഡ് ആണ്, ഫോറിൻ എഡ്യൂക്കേറ്റഡ് ആണ്, എന്റർപ്രനർ ആണ്, ബിസിനസ്സുകാരനാണ്, ടെക്നോക്രാറ്റാണ്. അയാൾക്ക് വിഷനുണ്ട്. ഇവിടെയുള്ള ചെറുപ്പക്കാർക്കും ഇവിടെയുള്ള കേരളത്തിലുള്ളവർക്കും എങ്ങനെയായിരിക്കണം അടുത്ത് വരാൻ പോകുന്ന സമയങ്ങളിൽ അവർക്ക് എന്താണ് കൊടുക്കേണ്ടത്, അതായത് ഹോപ്പ്, പ്രതീക്ഷ. ആ പ്രതീക്ഷയെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ ന്യൂ ജനറേഷൻ AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോഴത്തെ യുഗത്തിൽ, ആ ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത സ്റ്റേജാണ്. പുള്ളിക്ക് ഇതറിയും. ഇപ്പം അതാണിത് മാറ്റർ ചെയ്യുന്നത്. ഇതിനകത്ത് ഇമോഷനും മണ്ണാങ്കട്ടയും ക്ലാപ്പും കോപ്പും ഒന്നുമല്ല, സിമ്പിളായത്. അപ്പൊ ഇങ്ങനെയുള്ള അവരുടെ ഈ ജനറേഷനിലെ ആൾക്കാർ, ന്യൂ ജനറേഷൻ ആൾക്കാർ ഈ രാജീവിനോട് അങ്ങനെയുള്ളൊരു അടുപ്പം കയറി വരുമ്പോൾ അവരുടെ പേരൻസിനോട് പറയും, സോ നമുക്ക് ഇവർക്ക് ഇയാൾ വോട്ട് ചെയ്യാം, ഇയാളുടെ കാൻഡിഡേറ്റ് വോട്ട് ചെയ്യാം. ഇങ്ങനെയാണ് എലക്ഷൻ ഈ മാനേജ്മെന്റിൽ വർക്കൗട്ട് ചെയ്യുന്നത്. അല്ലാതെ BJPയുടെ ഒറ്റയ്ക്ക് നിന്ന് പഴയ രീതിയിലൊന്നും കേരളത്തിൽ അധികാരത്തിലൊന്നും വരുത്തുന്നുമില്ല. അതായത് BJPക്ക് മറ്റുള്ള കേരളത്തിലുള്ള വോട്ടേഴ്സ് വോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ അജണ്ടകൾ വെക്കണം, ജനങ്ങളോട് പ്രോപ്പറായിട്ട് പോകണം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ കേരളത്തിലുള്ള കോൺഗ്രസിന്റെ ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റു പല നേതാക്കൾ, എത്ര പേർക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ അറിയാം? എൻ്റെ ചോദ്യമാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്തൊക്കെ കിട്ടും, എന്തൊക്കെയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ എത്ര പേർക്കറിയാം, എത്ര നേതാക്കൾക്കറിയാം? ഇപ്പോഴും ആ ജനറേഷൻ നിന്നുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതായത് വീണ്ടും പറയുന്നത് 70, 80, 90കളുടെ പകുതിയിൽ. പക്ഷെ ഇപ്പൊ AI ആണ്, ആർട്ടിഫിഷ്യൽ ഗൂഗിളിനെ മാറ്റി ചാറ്റ് GPT വന്നു. ഗൂഗിളും ചാറ്റ് GPT ആനയും ആടിൻ്റെയും വ്യത്യാസമാണ്. അതുപോലെ തന്നെ ആനയും ആടിൻ്റെയും വ്യത്യാസമാണ് രാജീവും ശോഭയുമായിട്ടുള്ളത്. ശോഭയെ കുറ്റം പറയുമല്ല, ശോഭയ്ക്ക് ആ ഒരു ലെവലിലെത്താൻ പറ്റിയിട്ടില്ല. പറ്റും, പക്ഷെ സമയമെടുക്കും. അതവിടെ ലോക്കലി ശോഭ ഈ പറയുന്ന ക്രൗഡ് പുള്ളറാണ്, ആൾക്കാരെ സ്വാധീനിക്കാൻ. ഞാൻ ഈ ഉമാഭാരതിയായിട്ട് കമ്പയർ, ഉമയാണെങ്കിൽ നാഷണൽ ലീഡറാണ്, ഞാൻ അതേപോലെ കമ്പയർ ചെയ്യുവാണ് ശോഭ. പക്ഷെ രാജീവിന് വിഷനുണ്ട്. ഇപ്പൊ രാജീവ് പറയുന്നത് കേൾക്കാൻ ഇവിടെയുള്ള ചെറുപ്പക്കാർക്കും താല്പര്യമുണ്ട്. എന്താണ് ഇയാൾ പറയുന്നത്, എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഇപ്പൊ അത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. ഞാൻ മോശമായിട്ട് പറയുമല്ല. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ശോഭയെ കൊണ്ട് ഒരു പുല്ലും നടക്കത്തില്ല. കാരണം ആ വോട്ടിൻ്റെ അകത്ത് മാക്സിമം, ഇപ്പൊ ശോഭ പല പ്രാവശ്യം ഇലക്ഷൻ മത്സരിച്ചു. അത് ശോഭയ്ക്ക് പേഴ്സണൽ കരിസ്മയും മറ്റും ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ പ്രാവശ്യം ഇലക്ഷൻ മത്സരിച്ചു. ഇപ്രാവശ്യം വലിയ തൊട്ടടുത്ത്, അതിന് ബേസിക് കാരണം ശോഭയൊന്നുമല്ല, പ്രധാനമന്ത്രി മോദിയുടെ ഇമേജാണ്.
അത് ആദ്യം മനസ്സിലാക്കുക. മോദി ഗവൺമെന്റിന്റെ ഇമേജിലാണ് കേരളത്തിൽ ഇത്രയും ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടിയത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അവരെ അട്രാക്ട് ചെയ്യാൻ രാജീവിന് കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം മോഡറേറ്റ് ബി ജെ പി ഫേസ്, ഇദ്ദേഹത്തിന് പഴയ RSS ബന്ധമൊന്നുമില്ല. കാരണം ഇദ്ദേഹം മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി പുള്ളിയെ പാരവെക്കാൻ പഴയ ബി ജെ പിക്കാർ നിന്നാൽ പോലും പുള്ളി തട്ടി അങ്ങ് ദൂരെ പോകത്തേ ഉള്ളൂ. കാരണം മാസീവായിട്ട് ആൾക്കാർ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ബി ജെ പിയുടെ ഗെയിം എല്ലാം പൊളിഞ്ഞ് ദൂരെ പോകും. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ബി ജെ പിയുടെ ഫുൾ സ്ട്രെങ്ത് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പാലക്കാട്. ഈ പാലക്കാട്ട് അവിടെയുള്ള ബി ജെ പിക്കാർ എന്തുകൊണ്ടാണ് ബി ജെ പിക്കാരനെ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യാറ്? നിങ്ങൾ എനിക്ക് ഉത്തരം എന്താ? അതായത് ഒരു സമയം കഴിയുമ്പോൾ അതിൻ്റെ ഒരു സാച്ചുറേഷൻ സ്റ്റേജ് വരും. ഇപ്പോൾ ബി ജെ പിയുടെ ഈ സാച്ചുറേഷനിൽ നിന്ന് റിജുവിനേറ്റ് ചെയ്ത് പബ്ലിക്കിന്റെ കൂടുതൽ അട്രാക്ഷൻ കിട്ടി ഒരു മാസീവായിട്ട് ലീഡറാകാൻ രാജീവിന് കഴിയും. അതിന് ഈ പഴച്ച ബി ജെ പി ലീഡേഴ്സ് പാര വെച്ചാലും തട്ടി അങ്ങ് ദൂരെ പോകത്തേ ഉള്ളൂ, സിമ്പിളായിട്ട്. പിന്നെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു ഏഷ്യാനെറ്റ് വാടക കോടയ. ഒരു കാര്യം പറയാം, ഏഷ്യാനെറ്റ് 2-3 ആൾക്കാരെ മാനേജറിനെ മാറ്റിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് പോകും. നിങ്ങൾ ഈ പറയുന്ന വലിയ സംഭവമൊന്നും അല്ല ഇത്. ഇതൊരു സിമ്പിളായിട്ടൊരു ഓർഗനൈസേഷൻ്റെ, അതൊരു മീഡിയ ഓർഗനൈസേഷൻ്റെ അകത്ത് അതിൻ്റെ പോളിസിയൊക്കെ അതിൻ്റെ 3-4 പേരോട് ദൂരെ കളഞ്ഞു കഴിഞ്ഞാൽ സംഭവം അങ്ങ് മാറി. അത്ര സിമ്പിളായത്. അല്ലെങ്കിൽ പുല്ലങ്ങ് വിൽക്കും. ഈ പറയുന്ന ചാനലിൻ്റെ ഒക്കെ ലൈഫും പത്രത്തിൻ്റെ ഒക്കെ ലൈഫും മാക്സിമം 4-5 വർഷമേ ഉള്ളൂ. ഇപ്പൊ സോഷ്യൽ മീഡിയ തരംഗമാണ്. ഇനി 10 വർഷം കഴിയുമ്പോൾ യൂട്യൂബും സോഷ്യൽ മീഡിയ തരംഗമൊന്നും ആയിരിക്കത്തില്ല, മറ്റൊരു സംഭവം കയറി വരും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ലോകത്ത് നടക്കുന്നതാണ്. അതുകൊണ്ട് ട്രഡീഷണൽ ലീഡറാണ്, ഈ RSSൻ്റെതാണ്, ബി ജെ പി ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ചെറിയ ചെറിയ മൈക്രോ കോസം അതിൻ്റെ അത് എന്ന് പറയുന്നതാണ്. ഇതൊരു മാക്രോ ആണ്. അപ്പോൾ മൈക്രോൻ്റെ അകത്ത് നിന്ന് നിങ്ങളത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വലിയ ഇഷ്യൂ ആയിട്ട് തോന്നും. പക്ഷെ ഒരു മാസീവായിട്ടൊരു ലീഡർ കയറി വന്നു കഴിഞ്ഞാൽ, അതിനെ മാസീവായിട്ട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടുത്തെ ഹിന്ദുക്കാരൻ ഫ്യൂച്ചറാണ് നോക്കുന്നത്. ഈ പറയുന്ന ഒരൊറ്റ ബി ജെ പിക്കാരും എതിർത്ത് നിന്നാലും പോടാ പുല്ല് എന്ന് പറഞ്ഞ് തെറിച്ച് മാറി പോകത്തേ ഉള്ളൂ. 100%. നമ്മൾ ഓരോ തെളിവുകൾ എടുക്കാം. കേജ്രിവാള് എങ്ങനെ വന്ന് അവിടെ കോൺഗ്രസും തെറിച്ചുപോയി, ബി ജെ പിയും തെറിച്ചുപോയി. അപ്പൊ കേരളത്തില് ഇന്ന് ബി ജെ പിക്ക് രാജീവിന്റെ നേതൃത്വം മുൻകൈ എടുത്ത് പോവുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു സ്റ്റഡിയും എൻ്റെ ഒരു അസംഷനും അനാലിസിസുമാണ്. അതിന് കേരളത്തിലെ ചില ബി ജെ പി നേതാക്കൾ എതിർത്ത് നിന്ന് അവൻ ഔട്ടായി പോയി. ഇതാണ് സിമ്പിളായിട്ടുള്ള ലോജിക്ക്. ഇതിനകത്ത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞവര് ഫയർ ബ്രാൻഡാണ്, അവരെ മുമ്പിൽ നിർത്തുക. അതാണ് ഇതിൻ്റെ അകത്ത് ഗെയിം പ്ലാൻ. ആ ഗെയിം പ്ലാൻ രാജീവ് എങ്ങനെ വർക്കൗട്ട് ചെയ്യും അതിനെപ്പറ്റി ആലോചിച്ചിരിക്കുക. രാജീവ് കോർപ്പറേറ്റ് ആണ്, ഉറപ്പായിട്ടും നല്ല ബിസിനസ്സുകാരനാണ്, എന്റർപ്രനറാണ്, ടെക്നോക്രാറ്റാണ്. അങ്ങനെ ഒരു വ്യക്തിത്വം കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടല്ലേ വരുന്നത്. ഇതിനെ ജനങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യും. അതാണ് ബി ജെ പി സെൻട്രൽ ലീഡർഷിപ്പ് വ്യക്തമായ ഫോക്കസോടുകൂടിയാണ് അറിഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കുക, തൃശ്ശൂരിന്റെ ഫോളോ അപ്പാണ് രാജീവ്, അല്ലാതെ മറ്റു സംഭവമൊന്നുമല്ല. അവർക്ക് കേരളം പിടിക്കണം, കേരളം പിടിച്ചേ മതിയാ. അതിൻ്റെ പേരിലാണ് രാജീവിനെ ആക്കിയേക്കുന്നത്. എൻ്റെ ഒരു തോന്നലില്ല അതൊരു വലിയ സക്സസ് ആയിട്ട് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത്, അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്.
നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാം. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.